ഇതില് എന്തായാലും മറ്റേ ഇനി 6 എന്താണ് വേവോളം കാക്കാക്കി പിന്നെ 6 കാത്തൂടെ. മറ്റന്നാൾ രാവിലെ അറിയാം ഈ സിനിമയിൽ മമ്മൂക്ക ഉണ്ട്, മമ്മൂക്ക ആയിട്ട് വരുന്നുണ്ട്, അതോ ഇനി വേറെ ആരെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത്. എന്തെങ്കിലുമൊക്കെ തിയേറ്ററിൽ വന്ന് കാണുന്നത് നിങ്ങൾക്ക് സർപ്രൈസ് ആയിട്ട് ഫീൽ ചെയ്യാൻ സാധ്യതയുള്ളതൊക്കെ ഞങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എന്തായാലും നിരാശപ്പെടുത്തില്ല എന്ന് ഞാൻ പറയാം. All right, appo Vika, here's one more person to ask you a question. Hi. എൻ്റെ പേര് അഫ്സൽ എന്നാണ്. ഞാൻ നെടുമങ്ങാട് നിന്ന് വരുന്നതാണ്. അപ്പോൾ ഫാൻസ് മീറ്റ് ആയതുകൊണ്ട് പറയേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു മൊമെന്റ്, ഈ ഒരു വർഷം ഒരുപാട് ആഗ്രഹിച്ചവരുണ്ടായിരുന്നു. കുറേ പേര് ഇവിടെ ഇല്ല. ഞാൻ സത്യം പറഞ്ഞാൽ ജോലി ചെയ്തൊരു ഹാഫ് ഡേ എടുത്ത് വന്നത് അവരെയൊക്കെ കാണാനായിട്ട്. ഈ അനീഷിമാർ നമ്മൾ ഈ സ്കൂളിലൊക്കെ പഠിച്ച് ഈ ഹണീബി കഴിഞ്ഞ ചേരത്ത് അവർ തന്നൊരു ഊർജ്ജമുണ്ട്. അവരുടെ പിറകെയാണ് നമ്മൾ ലൈനപ്പ് ചെയ്ത് വന്നത്. അപ്പോൾ കുറച്ച് പേരെ ഞാനിവിടെ കണ്ടു. വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ദാഫ് ആർമിയെ. ആ ഗ്രൂപ്പുകൾ, നമ്മുടെ സിനിമകൾ വരുമ്പോൾ ഉള്ള ഡിസപ്പോയിൻമെന്റ്സ്, അത് കഴിഞ്ഞ് ഹിറ്റ്, ഒരു ലോ കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഹൈ വരുമ്പോൾ എനിക്കായിരുന്നു നമ്മളടിക്കും, അടുത്ത പടം അടിക്കും, അതിനുള്ള പ്രിപ്പറേഷൻസ് ഒരുപാട് മിസ് ചെയ്തു. അത് കാരണമാണ് ഞാൻ ഓടി ഈ ഒരു ഫംഗ്ഷൻ എത്തിച്ചേർന്നത്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ പോലീസ് സ്റ്റോറീസ് ഇങ്ങനെ ഹിറ്റ് വന്നുകൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ പോലീസ് ബേസ് ചെയ്തുള്ള സ്റ്റോറീസ് വരുന്നു, അല്ലെങ്കിൽ അത് സെലക്ട് ചെയ്യാനായിട്ടൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാവുന്നുണ്ടോ അങ്ങനെ ചെയ്യുന്നതിന്? എന്തെന്നറിയില്ല, എൻ്റെ അടുത്തേക്ക് കൂടുതലും വരുന്നത് ഇപ്പോൾ ത്രില്ലർ സിനിമകളാണ്. പോലീസ് വേഷങ്ങൾ ഞാൻ തലവന് ശേഷം ഒരു ഗ്യാപ്പ് ഇടണം എന്നുള്ള ആഗ്രഹത്തിൽ തന്നെയാണുള്ളത്. പക്ഷെ തലവന് മുന്നേ ഞാൻ കേട്ട് കമ്മിറ്റ് ചെയ്തൊരു സിനിമയാണിത്. ഈ സിനിമയും ഈ ഇതിലെ ക്യാരക്ടറും മിസ് ചെയ്യാൻ തോന്നിയില്ല. അതുകൊണ്ടാണ് വീണ്ടും പോലീസ് വേഷം ചെയ്തത്. അത് ചില സിനിമകൾ കേൾക്കുമ്പോൾ നമുക്കത് എങ്ങനെയെങ്കിലും സംഭവിച്ചാൽ മതി എന്ന് തോന്നുമല്ലോ. എനിക്ക് അത്രത്തിൽ ഫീൽ ചെയ്തൊരു സിനിമയാണ്. ഇനി ഉടനെ ഒരു പോലീസ് വേഷം ചെയ്യില്ലെന്നാണ് ആഗ്രഹം. പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരു നോ പറയാൻ പറ്റാത്ത എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേ വന്നു കഴിഞ്ഞാൽ വീണ്ടും ചെയ്യും. താങ്ക് യു. കൂട്ടത്തെ ആക്ച്വലി കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതുപോലെ ഇക്കാന്റെ താനാ ചേർന്ന കൂട്ടം എന്ന് വേണമെങ്കിൽ വിളിക്കാറുണ്ട്. ഇവർ തരുന്ന ഈ ഒരു സ്നേഹം, ഓഫ് കോഴ്സ് ആ ഒരു ലവ് ഉണ്ടാകും. But at times it's a huge responsibility, അല്ലേ? പിന്നെ ഉറപ്പായിട്ടും. പക്ഷെ അതൊരു റെസ്പോൺസിബിലിറ്റി ഡെഫിനറ്റ്ലി ആണ്. അതുപോലെ തന്നെ അതൊരു മോട്ടിവേഷനും അല്ലേ. ഇത്രയും പേര് ഇഷ്ടപ്പെടുന്നുണ്ട്, ഇത്രയും പേര് നല്ല സിനിമകൾ ഞാൻ ചെയ്യുന്നതും ഞാൻ ഒരു വിജയം ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നതും ഒക്കെ വലിയൊരു മോട്ടിവേഷനാണ്. അപ്പൊ അത് തന്നെയാണ് പല സമയത്തും ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ വന്ന പല കോമന്റ്സും പല ചീത്തവിളികളും തന്നെയാണ് നല്ല സിനിമകൾ ചെയ്യാൻ ഉള്ളൊരു ധൈര്യം അല്ലെങ്കിൽ ഒരു ആഗ്രഹമൊക്കെ തന്നത്. അപ്പൊ അത് വേണം. ഇങ്ങനെ ഒരു കൂട്ടം എല്ലാവരുടെയും പുറകിലുണ്ടാകണം. അത് നമുക്ക് ചെറുതായിട്ടും വലുതായിട്ടും നമ്മുടെ ഫാമിലിയുടെ രൂപത്തിലും ഫ്രണ്ട്സിന്റെ രൂപത്തിലും ഒക്കെ എല്ലാവർക്കും ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു വലിയ ഫാമിലിയും വലിയ ഫ്രണ്ട്സും ഉണ്ട്. അതാണ് എൻ്റെ ധൈര്യം. ഇങ്ങനെ എല്ലാത്തിനും കൈയടിക്കണമെന്നില്ല. അവസാനം എല്ലാം കഴിഞ്ഞിട്ട് ഒരുമിച്ച് കൈയടിച്ചാൽ മതി. ഇനി അടുത്തത് ആരാണ് ചോദ്യം ചോദിക്കാനുള്ളത്?